ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക വില കുതിച്ചുയർന്നതിന് പിന്നാലെ സിലിണ്ടർ ബുക്കിങ്ങിൽ കമ്പനികൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം ഭയന്ന് ബുക്കിങ്ങുകളിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഗാർഹിക LPG റീഫില്ലുകൾക്ക് 21 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പെട്ടെന്നുണ്ടായ ഈ ഡിമാൻഡ് പരിഗണിച്ച് പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും വിതരണം സുസ്ഥിരമാക്കുന്നതിനുമാണ് എണ്ണ വിപണന കമ്പനികളുടെ നടപടിയെന്നാണ് വിശദീകരണം. ലോക്കിൻ പീരീഡ് എന്ന രീതിയിലാണ് നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗാർഹിക വാണിജ്യ പാചകവാതക വിലയിൽ കുത്തനെയുള്ള വർധനവാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഉണ്ടായത്. 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. മാസങ്ങൾക്ക് ശേഷമാണ് ഗാർഹിക സിലിണ്ടറിന് ഇത്രയും വലിയ വർധനവുണ്ടാകുന്നത്. കൊച്ചിയിൽ നിലവിൽ ഒരു സിലിണ്ടറിന് 910 രൂപയ്ക്ക് മുകളിലാണ് പുതിയ വില. ഹോട്ടലുകളിലും വ്യവസായങ്ങളിലും ഉപയോഗിക്കുന്ന നീല സിലിണ്ടറിന് 115 രൂപയാണ് കൂട്ടിയത്. ഇതോടെ ഡൽഹിയിൽ ഒരു സിലിണ്ടറിൻ്റെ വില 1883 രൂപയായാണ് ഉയർന്നത്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് നേരിട്ട് കാരണമാകുന്ന ഒരു വസ്തുതയാണ്. ഹോട്ടലുകളടക്കമുള്ള ഭക്ഷ്യവിൽപ്പന കേന്ദ്രങ്ങളിലും വിലക്കയറ്റം വരും ദിവസങ്ങളിൽ പ്രകടമാവും. ഇന്ധനവില വർദ്ധിക്കുന്നത് കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുമെന്നാണ് ആശങ്ക. എന്താണ് ഇത്ര പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് കാരണം? ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള പോരാട്ടം തുടങ്ങിയതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ലോകത്തെ എണ്ണക്കടത്തിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് സംഘർഷ മേഖലയായതോടെ ഇൻഷുറൻസ് നിരക്കുകളും ചരക്ക് നീക്കത്തിനുള്ള ചെലവും കുത്തനെ വർദ്ധിച്ചു. ഇന്ത്യയുടെ ഗ്യാസ് ആവശ്യത്തിൻ്റെ 50% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടുന്ന മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുന്നത് വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന 300 രൂപ സബ്സിഡി തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും പൊതുവിപണിയിലെ വിലവർധന കുടുംബങ്ങളെ സാരമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എണ്ണ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കനുസരിച്ച് ഓരോ മാസവും നിരക്കുകൾ പുതുക്കുന്നുണ്ട്. സംഘർഷം അയഞ്ഞില്ലെങ്കിൽ വരും മാസങ്ങളിലും വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.